തീരക്കടലിൽ വെച്ച് കപ്പൽ ബോട്ടിലിടിച്ച സംഭവത്തിൽ പരാതിയെ ഒത്തുതീർപ്പായി. MSC സിൽവ 2 എന്ന കപ്പൽ പ്രത്യാശ എന്ന ബോട്ടിലിടിച്ചിരുന്നു. ഇതാണ് ഒത്തുതീർപ്പായത്. MSC കമ്പനി പ്രതിനിധികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ആന്റണി പുത്തൻവീട്ടിലും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. 18 ലക്ഷം രൂപയും ബോട്ടുടമകൾക്ക് നഷ്ടപരിഹാരമായി നൽകി. വിവരങ്ങൾ രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ വിഷയം ഒത്തുതീർപ്പായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. ഒപ്പം തന്നെ 18 ലക്ഷം രൂപയും ബോട്ടുടമകൾക്ക് നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒത്തുതീർപ്പിലായത് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ ചില തീരക്കടലിൽ വെച്ച് കപ്പൽ MSC സിൽവ 2 എന്ന കപ്പൽ പ്രത്യാശ എന്ന ബോട്ടിലിടിച്ച സംഭവത്തിൽ ഒരു പരാതി കോസ്റ്റൽ പോലീസിന് ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും നൽകിയിരുന്നു. ഈ പരാതിയാണ് ഇപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പായിട്ടുള്ളത്. MSC കമ്പനിയുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിട്ടുള്ള ആന്റണി പുത്തൻവീട്ടിൽ ഇവർ നൽകിയ അവർ തമ്മിൽ നടത്തിയ 2 വട്ട ചർച്ചയിലാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടായത്. 18 ലക്ഷം രൂപ ബോട്ടുടമകൾക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകിയിട്ടുണ്ട്. 18 ലക്ഷം രൂപയുടെ DD ആണ് കമ്പനി കൈമാറിയിട്ടുള്ളത്. ഇതോടുകൂടി ബോട്ടുടമകളും തൊഴിലാളികളും കോസ്റ്റൽ പോലീസിൽ നൽകിയ പരാതി പിൻവലിച്ചിട്ടുണ്ട്. കൊച്ചി തീരത്ത് നിന്നും 7 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു പ്രത്യാശ എന്ന ബോട്ടിൽ MSC സിൽവർ 2 എന്ന കപ്പൽ ഇടിച്ചത്. ദിശ മാറി വന്ന് ഈ വലവിരിച്ച് കിടന്ന ബോട്ടിൽ ഈ കപ്പൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഈ കപ്പൽ നേരെ ഈ ബോട്ടിനടുത്തേക്ക് വന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ അടക്കം ബഹളം വെച്ചെങ്കിലും ഈ കപ്പൽ മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ഇടിക്കാതിരിക്കാനായിട്ടുള്ള നടപടികൾ കപ്പിത്താന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് ബോട്ടുടമകളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ പോലീസിൽ പരാതി നൽകി. എന്തായാലും 2 വട്ടം നടത്തിയ ചർച്ചയിലാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. 18 ലക്ഷം രൂപയാണ് ബോട്ടുടമകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടപരിഹാരമായിട്ട് MSCയുടെ കമ്പനി അവരുടെ പ്രതിനിധികൾ നൽകിയിട്ടുള്ളത്. DD ആയിട്ടാണ് പണം കൈമാറിയത്. ശരി രേഷ്മ, കപ്പൽ ബോട്ടിലിടിച്ച സംഭവമാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലായി എന്നുള്ള വാർത്ത കൊച്ചിയിൽ നിന്ന് പുറത്ത് വരുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.